ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ജിമെയിലുള്ള നമ്പേഴ്സൊക്കെ നമുക്കിപ്പോൾ വേറെ ജിമെയിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. നമ്മുടെ ഓൾഡ് ജിമെയിലൊക്കെ കുറേ നമ്പേഴ്സ് ഉണ്ടാകും. അത് നമ്മുടെ പുതിയ ജിമെയിലൊക്കെ ആക്കണമെങ്കിൽ എങ്ങനെ ആക്കാമെന്നാണ്. നമ്മുടെ ഓരോ നമ്പർ എടുത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് വേറെ ജിമെയിലേക്ക് അത് മാറ്റാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഈ കോൺടാക്ട്സ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ്. ഇത് അധികം ആളുടെ ഫോണിലുണ്ടാകും. ഇതില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കോൺടാക്ട്സ് എന്ന് അടിച്ചാൽ ഇതുപോലെയുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതെന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺടാക്റ്റിലുള്ള ജിമെയിലുള്ള തീർച്ച നമ്പർ ഇവിടെ. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നമ്പർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തിൻ്റെ സെലക്ട് ഓൾ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫുൾ എൻ്റെ 1150 കോൺടാക്റ്റുകളുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് ആയത് സെലക്ട് ആയത് കാണാൻ സാധിക്കും. എല്ലാം വീണ്ടും മുകളിലുള്ള 3 ഡോട്ടിൽ എന്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന മൂവ് ടു അനദർ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏത് ജിമെയിലാണ് നമുക്ക് നമ്പർ ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ജിമെയിൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു ജിമെയിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇപ്പം എൻ്റെ ഒരു ജിമെയിൽ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് 100% ആകുന്നത് ഇതുവരെ എന്ത് ചെയ്യുക, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് 99% ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 1130 കോൺടാക്ട്സും നമ്മുടെ ആ ജിമെയിലേക്ക് എന്തായിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ജിമെയിലുള്ള നമ്പേഴ്സൊക്കെ ഈസി ആയിക്കൊണ്ട് തന്നെ വേറെ ജിമെയിലേക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.